എൻഡോസൾഫാൻ കുഴിച്ചിട്ട കാസർഗോഡ് മിഞ്ചിപ്പതവ് നെഞ്ചംപറമ്പിലേക്ക് കേന്ദ്ര സംഘമെത്തി. അനധികൃതവും അശാസ്ത്രീയവുമായി എൻഡോസൾഫാൻ കുഴിച്ചിട്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംഘം പരിശോധനയ്ക്കെത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് എൻഡോസൾഫാൻ കുഴിച്ചിട്ട മിഞ്ചിപ്പതവ് നെഞ്ചംപറമ്പിൽ പരിശോധനക്കായാണ് കേന്ദ്ര സംഘം എത്തിയത്. അനധികൃതവും അശാസ്ത്രീയവുമായി എൻഡോസൾഫാൻ കുഴിച്ചിട്ടെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനും കേരള കർണാടക സർക്കാരുകൾക്കും ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് നൽകിയിരുന്നു. കൂടാതെ കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്കും PCKക്കും നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംഘത്തിന്റെ പരിശോധന. മൈസൂരിൽ നിന്നുള്ള സംഘം രാവിലെ 11ഓടെയാണ് പ്രദേശത്തെത്തിയത്. പ്ലാന്റേഷൻ ഓഫീസിലും ഗോഡൌണിലും സംഘം പരിശോധന നടത്തി. So we have collected a groundwater sample within these premises of the plantation area. And we had discussed with our public health center, primary health center at Eastwar Mangal, and we have taken some data over the victims of this and all. പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിലെ ഒഴിഞ്ഞ കിണറിൽ വർഷങ്ങൾക്ക് മുൻപാണ് എൻഡോസൾഫാൻ തള്ളിയത്. ഇതോടെ പ്രദേശത്തെ ഭൂഗർഭജലം മലിനമാക്കിയെന്ന് കാണിച്ച് ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ രവീന്ദ്രനാഥ് ഷാൻബോഗ് പരാതി നൽകിയിരുന്നു. 2013 ഉപയോഗിക്കാത്ത എൻഡോസൾഫാൻ കണ്ടെയ്നറുകൾ കിണറിൽ തള്ളിയതായി സുരക്ഷാ ജീവനക്കാരൻ മൊഴി നൽകിയത്. മിഞ്ചിപ്പതവിനോട് ചേർന്ന കർണാടകയിലെ വില്ലേജുകളിലും എൻഡോസൾഫാൻ ഇരകളെ കണ്ടെത്തിയതിനെ തുടർന്ന് ഷാൻബോഗ് ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. മീഡിയ 1 കാസർഗോഡ്.